തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏത് പ്രഭാഷണം നിങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും അതിൽ കാണാൻ കഴിയില്ല. പിന്നെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം? അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവനും ഇസ്ലാമിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ അങ്ങേറ്റത്തെ വിദ്വേഷ പ്രചരണങ്ങൾ ആളിക്കത്തിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളായിരുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് നിങ്ങളെങ്ങാനും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുക്കളുടെ കെട്ടുതാലി ഊരിയെടുത്തുകൊണ്ട് ഇവന്മാർ മുസ്ലിങ്ങൾക്ക് നൽകും, അതുകൊണ്ട് നിങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യരുത് എന്നുപോലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തുള്ള ജനങ്ങളോട് പറയാണ്. ഇവര് വോട്ട് ചെയ്യുന്നത് വോട്ട് ജിഹാദിന്റെ ഭാഗമായിട്ടാണ്. ഇവര് പെറ്റുപെരുകുന്ന, നിരന്തരമായി കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് എന്നെല്ലാം പറഞ്ഞ് വംശീയതയുടെയും വർഗീയതയുടെയും ഭീകരമായ അജണ്ടകൾ പുറത്തെടുത്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും BJPയുടെ നേതാക്കന്മാരും എല്ലാം ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. പക്ഷെ നമുക്കതിൽ ആശ്ചര്യമില്ല, ഒരു കൗതുകവും അതിലില്ല. കാരണം സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും അവരുടെ കയ്യിലില്ല. എന്തുകൊണ്ട്? ഈ കഴിഞ്ഞ ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിതി എന്താണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഡോളറുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് 87 രൂപയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം രൂപയുടെ മൂല്യം തകർന്നുപോയ ഒരു കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്ന ലോകരാജ്യങ്ങളുടെ ഒരു ദാരിദ്ര്യ പട്ടികയുണ്ട്. ആ ദാരിദ്ര്യ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നറിയോ? 105ാമത്തെ സ്ഥാനമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലതും ഇന്ത്യയുടെ മുകളിലാണ്. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വികസനം പറഞ്ഞുകൊണ്ട് ഏതായാലും ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് അവരെല്ലാ തെരഞ്ഞെടുപ്പുകളെയും അഭിമുഖീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കതിൽ കൗതുകമൊന്നുമില്ല. പക്ഷെ കേരളത്തിലേക്ക് വന്നാൽ കേരളം ഭരിക്കുന്നത് സംഘപരിവാറല്ല. കേരളം ഭരിക്കുന്നത് CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റാണ്. കേരളത്തെ കുറിച്ച് നമ്മൾ എല്ലാവരും അഭിമാനത്തോടു കൂടി പറയുന്നത് BJPക്ക് ഒരൊറ്റ MLA പോലും ഇല്ലാത്ത ഇന്ത്യ രാജ്യത്തിൽ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം. നമ്മളെല്ലാവരും അതിൽ അഭിമാനിക്കുന്നവരാണ്. പക്ഷേ BJPക്ക് ഇവിടെ പണിയൊന്നും ചെയ്യേണ്ടതില്ല. BJPയും RSSും എന്ത് പണിയാണോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ പണി അതിനേക്കാൾ മികച്ച സ്വഭാവത്തിൽ ഇവിടെ ഇടതുപക്ഷം CPM സവിശേഷമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ നിന്ന് പ്രസംഗിക്കേണ്ടിയിരുന്നത്? ഞങ്ങൾ ഈ നാട് 9 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം ഞങ്ങൾ കഴിഞ്ഞ 9 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാമാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല ഭാഗങ്ങളിലും ഞങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വികസനത്തിന്റെ തുടർച്ച ഉറപ്പുവരുത്തണമെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണല്ലോ ഒരു മുഖ്യമന്ത്രി ഒരു പ്രഭാഷണം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുക. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ വന്ന് നടത്തിയ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ് എന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പരസ്യമായി പ്രസംഗിക്കുമ്പോൾ ആരുടെ വോട്ടാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? എന്താണ് ഇവരുടെ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്? ഏതർത്ഥത്തിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഥവാ സംഘപരിവാർ എന്തൊരു രാഷ്ട്രീയമാണോ കേന്ദ്രതലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേ രാഷ്ട്രീയം അതിനേക്കാൾ മികച്ച സ്വഭാവത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി ഇന്ന് CPM മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു അതിശയോക്തിയില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താ? അഖിലേന്ത്യാ തലത്തിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. എന്തെങ്കിലും ഒരു മുസ്ലിം സൈൻ ബോർഡ് ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു മുസ്ലിം സിംബൽ മുന്നിൽ വെച്ചുകൊണ്ട്, അഥവാ താടി വെച്ച ഒരു മുസ്ലിം, തലപ്പാവ് ധരിച്ച ഒരു മുസ്ലിം, അല്ലെങ്കിൽ നല്ല തൊപ്പിയിട്ട ഒരാൾ, അല്ലെങ്കിൽ നല്ല സ്കാർഫ് ധരിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് അവിടെ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ കഴിയും. വേറെ ഒന്നും ആവശ്യമില്ല.
പക്ഷെ കേരളത്തിൽ അത് അത്ര എളുപ്പമല്ല. ഒരു മുസ്ലിം ഐക്യത മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാം ജനങ്ങളെ, മാനവ കുലങ്ങളെ, ഏകനായകന്റെ നാദം നമ്മൾ കാത്തിടൂ. മാനവർക്ക് പാതയായി മണ്ണിൽ വന്ന ധാരയായി മഹിമയാർന്ന സത്യമാർഗം